മഴത്തോരു മുമ്പേടെ പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. നേരെ പോകുന്നത് അലീനയുടെ അടുത്തേക്കായിരുന്നു. അങ്ങനെ അലീനയോട് താൻ പോയതിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. ആ സമയത്ത് ആരാണെച്ച സ്റ്റാൻലി, ഇതേവരെ അച്ഛൻ്റെ ഒരു സുഹൃത്തായ ഈ ഒരു സുഹൃത്തിനെ പറ്റിയിട്ടുള്ള പേരോ ഒന്നും ഞാൻ കേട്ടിട്ടില്ലല്ലോ, പിന്നെ ഇപ്പോൾ ഏതാ പെട്ടെന്നൊരു സുഹൃത്ത്, എന്താ അച്ഛാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അലീന അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ നിഷ്കളങ്കമായിട്ട് അലീനയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, നീ സത്യസന്ധമായിട്ട് മറുപടി പറയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എന്താ അച്ഛാ, എന്തായാലും എന്നോട് പറഞ്ഞോളൂ, അച്ഛനക്ക് എന്നോട് പറയാനുള്ള അവകാശവും ഉണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് മോളുടെ യഥാർത്ഥ അച്ഛനെ കാണാൻ നിനക്ക് തോന്നുന്നുണ്ടോ, നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത്, അത് ഞാൻ അച്ഛനോട് പറഞ്ഞായിരുന്നില്ലേ മുന്നേ, എനിക്ക് കാണണമെന്നുണ്ട്, പക്ഷേ അച്ഛൻ നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് അച്ഛൻ്റെ ജീവിതം തകർക്കണമെന്നോ ഒന്നുമില്ല, എനിക്കൊരു നോക്കെങ്കിലും എൻ്റെ അച്ഛനെ കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ കാണിച്ചു തന്നാലോ, നീ തയ്യാറാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്താ അച്ഛൻ ഈ പറയുന്നത്, എൻ്റെ അച്ഛനെക്കുറിച്ച് അച്ഛന് മനസ്സിലായെന്നോ, എവിടെയാണ് അച്ഛനുള്ളത്, എന്താ അച്ഛൻ്റെ പേര് എന്നൊക്കെ, എന്നിട്ട് അച്ഛൻ്റെ ഫോട്ടോ ഉണ്ടോ എന്നൊക്കെ വാതോരാതെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു വെമ്പലും ഒക്കെ കണ്ടിട്ട് ബാലചന്ദ്രൻ സങ്കടം കൂടുതലായി വരികയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ ധൃതി വെക്കാതെ നമുക്ക് നാളെ പോകാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്താ എൻ്റെ അച്ഛൻ്റെ പേര്, അതെങ്കിലും അച്ഛൻ എന്നോട് പറയോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണ് വൈജയന്തി അതുവഴി വരുന്നത്. എന്നിട്ട് അവരുടെ സംസാരം ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് വൈജയന്തി ചിന്തിക്കുന്നുണ്ട്, ഏത് നേരവും അച്ഛ 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 എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ പിറകെയാണല്ലോ, ഇവളെ പുറത്താക്കാനുള്ള ഒരു വഴിയും എനിക്ക് കിട്ടുന്നില്ലല്ലോ ഈശ്വര എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് ബാലചന്ദ്രൻ പറയുന്നത്, മോളുടെ അച്ഛൻ്റെ പേരെന്താണെന്ന് അറിയണോ, വർഷങ്ങളായിട്ട് ഞാൻ നീ വന്നതിന് ശേഷം ഞാനിതിൻ്റെ പിന്നിലായിരുന്നു, ഇതേക്കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഒരുപാട് സ്ഥലത്ത് ഞാൻ പോയി, അതൊന്നും നിന്നോട് അറിയിക്കാതിരുന്നതാണ്, ഇപ്പോൾ ഞാൻ കണ്ടെത്തി മോളെ അച്ഛൻ്റെ പേരെന്താണെന്ന് മോൾക്ക് അറിയണോ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലി ജോസഫ് എന്ന് പറയുകയാണ്. ഇത് കേട്ടതോടെ വൈജയന്തി ആകെ തകർന്നടിക്കുകയാണ്. എന്ത് സ്റ്റാൻലി ജോസഫോ, ഈ പേരെങ്ങനെ ഇവർക്കറിയാം, ഇവരുടെ ആരാണ്, ഇനി എൻ്റെ സ്റ്റാൻലി തന്നെയാണോ, 23 വർഷങ്ങൾക്ക് മുമ്പ് പ്രണയിച്ച എൻ്റെ സ്റ്റാൻലി തന്നെയാണോ ഇവർ ഈ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ അലീന ആര്, അലീനയുടെ അച്ഛൻ എന്നാണല്ലോ പറഞ്ഞ് പരിചയപ്പെടുത്തിയത്, എന്തൊക്കെ ഈശ്വര ഇവിടെ നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് വൈജയന്തി. എന്നിട്ട് അവർ ബാക്കി എന്താണ് പറയുന്നത് എന്നറിയാനായിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് അങ്ങോട്ട് പോയി കാണാം, അല്ലെങ്കിൽ അയാളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താം, ഇങ്ങോട്ടായാലും അയാൾ വന്ന് കാണുമെന്നുള്ളത് 100% ഉറപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട്, ഇങ്ങോട്ട് വിളിച്ചു വരുത്തണമെന്നില്ല, ബുദ്ധിമുട്ടാക്കണ്ട, നമുക്ക് അങ്ങോട്ടും പോയി കാണാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തായാലും പുറത്ത് വെച്ച് കാണാം, നീ സങ്കടപ്പെടണ്ട, ഒരു നോക്ക് നിൻ്റെ അച്ഛനെ കാണണമെന്നല്ലേ ഉള്ളൂ, അതെന്തായാലും ഞാൻ ആഗ്രഹം സാധിച്ചു തരാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നീട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് വൈജയന്തി ചിന്തിക്കുന്നുണ്ട്, എന്തായാലും അലീനയുടെ അച്ഛൻ്റെ മുഖമൊന്ന് എനിക്ക് കാണണം, എൻ്റെ സ്റ്റാൻലിയുടെ മുഖമാണോ അയാൾ തന്നെയാണോ എന്നുള്ളത് എനിക്കറിയണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ നമ്മുടെ സ്റ്റാൻലിയെ ഫോൺ വിളിച്ചിട്ട് അലീനയുടെ ആഗ്രഹം പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അതിനെന്താ, എനിക്കും കാണണമെന്നുണ്ടായിരുന്നു, എൻ്റെ മകൾ എങ്ങനെ ഇരിക്കുന്നു എങ്കിലും എനിക്ക് അറിയണമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പുറത്ത് വെച്ച് കണ്ടാലോ എന്നൊക്കെ പറയുമ്പോൾ, പുറത്ത് വെച്ച് കാണണമെന്നില്ല, ഞാൻ വേണമെങ്കിൽ വീട്ടിലേക്ക് വരാമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മുടെ വൈജയന്തി, ബാലചന്ദ്രൻ ഇങ്ങനെ സ്റ്റാൻലിയോട് സംസാരിക്കുന്നത് നമ്മുടെ വൈജയന്തി കേൾക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു നെഞ്ചിരിപ്പോട് കൂടി, എന്ത് വീട്ടിലേക്ക് വരുന്നെന്നോ, അങ്ങനെയാണെങ്കിൽ എൻ്റെ സ്റ്റാൻലി ആണെങ്കിൽ എന്നെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അതാകെ പ്രശ്നമാവുമല്ലോ, ബാലചന്ദ്രൻ ഇക്കാര്യത്തെക്കുറിച്ച് ഒന്നും അറിയില്ലല്ലോ, അപ്പോൾ ആകെ പ്രശ്നമാവുമല്ലോ, എന്തായാലും വരുന്നത് ദൂരെ നിന്ന് കാണുകയല്ലാതെ ഞാനിവിടെ നിൽക്കുന്നത് അബദ്ധമാണ് എന്നൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ പിന്നീട് പിറ്റേന്ന് രാവിലെ തന്നെ നമ്മുടെ വൈജയന്തി അവിടെ നിന്ന് പോകാനുള്ള പുറപ്പാടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ തടഞ്ഞു വെച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്, ഇന്നിവിടെ പ്രധാനപ്പെട്ട ഒരാൾ വരുന്നുണ്ട്, അലീനയുടെ അച്ഛൻ, ഒരുപാട് കാലമായിട്ട് അയാളെ തേടി നടക്കുകയായിരുന്നല്ലോ അലീന, ഞാനും അയാളെ ഒന്ന് നേരിൽ കാണണമെന്ന് ആഗ്രഹിച്ചതാണ്, ഇപ്പോൾ കണ്ടെത്തി, എന്തായാലും അയാൾ ഈ വീട്ടിലേക്ക് വരുന്നുണ്ട്, ഈ വരുന്ന സമയത്ത് നീ ഇവിടെ നിന്ന് പോകാൻ പാടില്ല, എന്തായാലും നീ ഒരുപാട് ആഗ്രഹിച്ചതാണല്ലോ അലീനയുടെ അച്ഛനെ കണ്ടെത്തിയിട്ട് അയാളെ ഏൽപ്പിച്ച് ഇവിടെ നിന്ന് പടി ഇറക്കി വിടുക എന്നുള്ളത്, അതെന്തായാലും നടക്കാൻ പോവുകയാണ്, അതുകൊണ്ട് അതൊക്കെ നീ ആസ്വദിച്ച് ഇവിടെ നിന്നാൽ മതി, ഈ പടി നീ പുറത്തേക്ക് കടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തിയെ തടഞ്ഞു നിർത്തുകയാണ്. അങ്ങനെ ആ ഒരു സമയത്താണ് നമ്മുടെ സ്റ്റാൻലി ജോസഫ് അവിടേക്ക് കാറിൽ ഇറങ്ങി വരുന്നത്. ആ സമയത്ത് ഒരു
നെഞ്ചിടിപ്പോടു കൂടി സ്റ്റാൻലിയെ കാണാനായിട്ട് വൈജയന്തി നോക്കുന്ന സമയത്താണ് താൻ വിചാരിച്ച് വെച്ചിട്ടുള്ള തന്നെ പ്രണയിച്ചിട്ടുള്ള താൻ ഒരുപാട് കാലം കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള അതേ സ്റ്റാൻലി ജോസഫ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത്. തൻ്റെ കാൽ കീഴിലുള്ള മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെയാണ് ആ സമയത്ത് വൈജയന്തിക്ക് തോന്നിയിരുന്നത്. സ്റ്റാൻലിൻ, എൻ്റെ സ്റ്റാൻലിൻ ഇത്രയും വർഷങ്ങൾ ശേഷം ഇപ്പോൾ എത്തിയിരിക്കുന്നു, ഇതുവരെ എവിടെയായിരുന്നു എന്നുള്ള ഓരോരോ ചോദ്യങ്ങൾ മനസ്സിലേക്ക് വരികയാണ്. പക്ഷേ ബാലചന്ദ്രൻ ഇത് വൈജയന്തിയെ പ്രണയിച്ചിരുന്നു എന്നും തനിക്ക് കുഞ്ഞുണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിയുമോ എന്നുള്ള ഭയത്താൽ അവൾ പിന്നിലോട്ട് വലിയുകയാണ്. പക്ഷെ ബാലചന്ദ്രൻ ആവട്ടെ ഈ സത്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ വൈജയന്തിയുടെ മുഖത്തുണ്ടാവുന്ന ഓരോ ഭാവങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു.